ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ പാർട്സ് കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം വലിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് നന്നായി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അളവിലാണ് ഇതെടുത്തത്, 1 ടേബിൾ സ്പൂണാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 തക്കാളിയാണ്, മീഡിയം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തത്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ്റെ വൃത്തിയാക്കി വെച്ച പാർട്സ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറിയൊന്ന് നന്നായി കുറുകിയും വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.